രാമേശ്വരം പാമ്പൻ പാലം. രാമേശ്വരം എന്ന് കേൾക്കുമ്പോഴേ എല്ലാവരുടെ മനസ്സിലും ഓടിയെത്തുന്നതാണ് പാമ്പൻ പാലം. ഒരിക്കലെങ്കിലും വന്ന് കാണണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന പാമ്പൻ പാലം 1914 മണ്ഡപത്തെയും രാമേശ്വരത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് കടൽ പാലം വരുന്നത്. നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള 2 കിലോമീറ്റർ നീളമുള്ള പാമ്പൻ പാലം രാജ്യത്തിലെ ഏറ്റവും നീളമുള്ള കടൽ പാലമാണ്. കാലപ്പഴക്കം മൂലം അറ്റകുറ്റപ്പണികൾ അസാധ്യമായതോടെയാണ് പഴയ പാമ്പൻ പാലത്തിന്റെ സമാന്തരമായി പുതിയ പാമ്പൻ പാലം പണിതത്. 2.2 കിലോമീറ്ററുള്ള പുതിയ പാലം സമുദ്രനിരപ്പിൽ നിന്നും 22 മീറ്റർ ഉയരത്തിലേക്ക് ഉയർത്താനും കഴിയും. നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷി വഹിച്ച പാലമാണ് പാമ്പൻ പാലം. 1915 തുറന്നുകൊടുത്ത ഈ പാലത്തിലൂടെ ശ്രീലങ്കയിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർ പോയിരുന്നു. ഇന്ന് രാമേശ്വരം വരെയാണ് തീവണ്ടിയെങ്കിൽ അന്ന് ധനുഷ്കോടി വരെ തീവണ്ടി ഉണ്ടായിരുന്നു. ധനുഷ്കോടിയിൽ നിന്നും 16 കിലോമീറ്റർ മാത്രമാണ് ശ്രീലങ്കയിലേക്കുള്ള ദൂരം. എന്നാൽ 1964 ഡിസംബർ 22 അതിഭയങ്കരമായ ചുഴലിക്കാറ്റിൽ ധനുഷ്കോടിയെ കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധം കടലെടുത്തു. അന്ന് 115 യാത്രക്കാരുമായി പോയ ഒരു ട്രെയിൻ കടലിനടിയിലായി. പട്ടണവും റോഡും റെയിൽ പാളവും എല്ലാം നശിച്ചു. പാമ്പൻ പാലത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. എന്നാൽ കപ്പലുകൾ വരുമ്പോൾ തുറക്കുന്ന ഭാഗത്തിന് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും അന്നത്തെ ഈ പാലത്തിന്റെ അറ്റകുറ്റപ്പണികളെല്ലാം തീർത്തത് നമ്മുടെ ഈ ശ്രീധരനായിരുന്നു. രാമേശ്വരം തീർത്ഥാടകർക്കും ധനുഷ്കോടിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ കാണാൻ ആഗ്രഹിക്കുന്നതാണ് പാമ്പൻ പാലം. പഴയ പാലത്തേക്കാൾ 3 മീറ്റർ ഉയരം കൂടുതലുണ്ട് പുതിയ പാമ്പൻ പാലത്തിന്. രാജ്യത്തെ തന്നെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലമാണ് പാമ്പൻ പാലം. കൂടാതെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കടൽ പാലവും.